CSR ഫണ്ടും പകുതി വില തട്ടിപ്പും ഒന്നും ഇല്ലാതെ വാങ്ങാൻ പറ്റിയ വളരെ പവർഫുള്ളും ലൈറ്റ് വെയിറ്റുമായ ഒരു ലാപ്ടോപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. 13.3 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. വെയിറ്റ് വെറും 1.1 kg മാത്രമേ ഉള്ളൂ. പ്രോസസറാണ് ഹൈലൈറ്റ്. ഏറ്റവും പവർഫുൾ ആയ 7735HS ഒക്ടാകോർ AMD റൈസന്റെ HS സീരീസ് പ്രോസസറാണ് ഇരിക്കുന്നത്. ചില ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവനൊരു മാക്ബുക്ക് പ്രോ തന്നെയാണ്. അങ്ങനെയാണ് ഡിസൈനും. നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഓപ്പൺ ചെയ്യാൻ അത്രയ്ക്ക് നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ സൈസ് നമ്മൾ പറഞ്ഞു 13.3 ഇഞ്ചാണ്. 100% sRGB WUXD റെസൊല്യൂഷനുമാണ് വരുന്നത്. ഒരു സ്ലിം ലാപ്ടോപ്പിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ പ്രോസസർ തന്നെയാണ് Ryzen 7 7735HS. കാരണം പവർ എഫിഷ്യൻസി അതുപോലെ തന്നെ പെർഫോമൻസ്, റെസ്പോൺസീവ്നെസ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് ഈ പ്രോസസർ. AMDയുടെ കൺട്രോൾ സെന്റർ ത്രൂ നിങ്ങൾക്ക് VRAMന്റെ സൈസ് 2GB ഒരു അലോക്കേറ്റ് ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വിഭിന്നമായി ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. RAM വരുന്നത് 16GB ആണ്. SSD 512GB, 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ടൈപ്പ് സി ആണ് കൂടെ വരുന്നത്. പ്രീമിയം ലാപ്ടോപ്പുകളിൽ മാത്രം കാണാൻ പറ്റുന്ന മൈലാർ കോട്ടഡ് പ്രിസിഷൻ ടച്ച് പാഡ് നമുക്ക് ഈ ലാപ്ടോപ്പിലും വരുന്നുണ്ട്. ഇത്രയും പവർഫുൾ ആയ ഒരു പ്രോസസർ ഒരു സ്ലിം ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ ഹീറ്റ് ആകുമോ, പെർഫോമൻസ് അതേപോലെ കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ട് പലർക്കും കാണാം. നമുക്ക് ബെഞ്ച് മാർക്ക് ചെയ്ത് തന്നെ നോക്കാം. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണം നമുക്ക് തെർമൽസ് നോക്കാനായിട്ട്. തെർമൽ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാം വളരെ നോർമൽ ടെമ്പറേച്ചർ ആണ്. അതിന്റെ പീക്ക് എക്സോസ്റ്റിന്റെ അടുത്ത് മാത്രം ഒരു 41 ഡിഗ്രീസ് വരുന്നുണ്ട്. യൂസറിന് അതൊന്നും ഫീൽ ചെയ്യത്തില്ല. ബോട്ടം സൈഡൊക്കെ വളരെ കൂളാണ്. ഈ ഒരു പ്രോസസർ ഒരു ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന അതേ ബെഞ്ച് മാർക്ക് സ്കോറുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗ്രാഫിക്സ് ആയാലും മെമ്മറി ആയാലും SSD ആയാലും എല്ലാം വളരെ എക്സലന്റ് സ്കോറുകൾ തന്നെയാണ് പാസ് മാർക്കിൽ കിട്ടിയിരിക്കുന്നത്. ഒരു ഫുൾ HD IR ക്യാമറ കൂടാതെ യൂസറിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരു ക്യാമറ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വളരെ പവർ എഫിഷ്യന്റ് പ്രോസസർ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഒരു 10 hours മുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.